ഹായ് ഫ്രണ്ട്സ്, എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കവറിൽ നിന്നും അത് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കണേ, ഏതൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് തായ് 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരയാണ് കേട്ടോ. രണ്ടാമത്തേത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ബിയർ ആപ്പിളാണ് കേട്ടോ. അത് ഒരു റെഡ് ഷെയ്ഡ് വരുന്നുള്ള ബിയർ ആപ്പിളാണ് വാങ്ങിച്ചേക്കണേ. പിന്നെ മൂന്നാമത്തേത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാകുന്നത് ഓറഞ്ചാണ്. മാൻഡ്രിക് തന്നെ ഒരു ഓറഞ്ചാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാകുന്നത്. ഈ ഓറഞ്ച് ഏത് ചൂട് ക്ലൈമറ്റിലും നല്ല രീതിയിൽ തന്നെ കാപ്പിടുത്തം ഉണ്ടാവുന്നുണ്ടോ പറയണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പോട്ടി മിക്സ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല മണ്ണെടുത്തു. അതിൻ്റെ മുകളിലേക്ക് ചാണകപ്പൊടി നമ്മളിട്ടു. ചാണകം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇട്ടേക്കുന്നത് ആട്ടും കാഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം നല്ല പൊടിയായിട്ടുള്ള ആട്ടും കാഷ്ടം എടുത്തിട്ടു. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വേപ്പും പിണ്ണാക്കാണ് കേട്ടോ. അപ്പോൾ വേപ്പും പിണ്ണാക്കും അതിൻ്റെ കൂടി ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പോസ്റ്റ് വളം അതും കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മളിട്ടത് എല്ലുപൊടിയാണ്. കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും ഇത് വെച്ചിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കണേ. ഇനി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കൊടുത്തിട്ടുള്ള അതായത് മണ്ണ്, ചാണകപ്പൊടി, ആട്ടും കാഷ്ടം, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, കമ്പോസ്റ്റ് വളം, അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാട്ടോ നമ്മൾ തയ്യാറാക്കണേ. അപ്പോൾ അത്യാവശ്യം തന്നെ ചെടികൾക്ക് നല്ല രീതിയിൽ തന്നെ വളരാനുള്ള ഒരു അടിവളവും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചട്ടിയിൽ നടുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല അടിവളവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ അത് ചട്ടിയിൽ നടാൻ വേണ്ടി പോട്ടി മിക്സ് തയ്യാറാക്കിയേക്കണേ. നമ്മൾ ചട്ടിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിനേക്കാൾ മുമ്പ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന് ഹോൾസ് ഉണ്ടോയെന്ന് നോക്കണം. നമ്മുടെ ഡ്രെയിനേജ് ആയിട്ട് വെള്ളം കണ്ടമാനം ചട്ടിയിൽ കെട്ടി നിൽക്കാൻ പാടില്ല. ഹോളുകളെല്ലാം നല്ല ക്ലിയർ ആക്കുക. ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓടിൻ്റെ കഷ്ണം ചെറിയ ചെറിയ പീസുകളായി ഇതുപോലെ പൊട്ടിച്ചിട്ട് നമ്മൾ ഈ നമ്മുടെ ചട്ടിയുടെ അടിവശത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നിരത്തി കൊടുക്കണം. ഇങ്ങനെ നിരത്തി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണൊന്നും കയറി ഹോൾസ് ഒന്നും അടഞ്ഞ് പോവാതെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പൊട്ടിച്ച ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആദ്യം നമ്മുടെ ചട്ടിയുടെ അടിയിൽ നമ്മളിതുപോലെ നിരത്തിയിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പോട്ടി മിക്സ് നമ്മുടെ ചട്ടിയിലേക്ക് വെക്കുക. ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ പ്ലാന്റിൻ്റെ കവർ കീറുമ്പോൾ നല്ല രീതിയിലൊന്നും മണ്ണ് ഇളകി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. മണ്ണൊന്നും അധികം പൊട്ടിപ്പോവാതെ രീതിയിൽ നമ്മൾ പ്ലാന്റ് നമ്മുടെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. ഇതാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്ന രീതി. പിന്നെ നമ്മൾ ഈ ഒരു പേര നമ്മൾ നട്ടത് ഒരു 10 ഇഞ്ച് സൈസുള്ള ചട്ടിയിലാണ് കേട്ടോ. നമ്മുടെ ഈ പ്ലാന്റ് ചെറുതായതുകൊണ്ട് തന്നെ ചെറിയ ചട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു പ്ലാന്റ് വാങ്ങിച്ച് നമ്മൾ വലിയൊരു ചട്ടിയിൽ നട്ടത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മളിപ്പോൾ ഈ പ്ലാന്റ് ഈ ഒരു 10 ഇഞ്ച് ചട്ടിയിൽ നട്ടു. ഈ പ്ലാന്റ് ഇതിൽ ഒന്ന് വളർന്ന് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്കൊരു 16 ഇഞ്ച് ചട്ടിയിലേക്ക് മാറ്റുക. അതിൽ നിന്നും നമുക്കൊരു 18 ഇഞ്ച്, പിന്നെ 24 ഇഞ്ച്, അങ്ങനെ നമ്മുടെ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ ചട്ടി മാറ്റി കൊടുക്കുക. അങ്ങനെ ചട്ടി മാറ്റി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്ലാന്റിൻ്റെ അടിവളം നല്ല രീതിയിൽ തന്നെ നമുക്ക് പുതിയ അടിവളം കൊടുക്കാനും ഒരു മണ്ണിളക്കവും കാര്യങ്ങളെല്ലാം ലഭിക്കും. പ്ലാന്റ് നല്ല ഉഷാറായി വളരാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ 3 പ്ലാന്റ് നമ്മൾ ചട്ടിയിലേക്ക് നമ്മൾ പോട്ട് ചെയ്തിട്ടുണ്ട്, നട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ മഴയായതുകൊണ്ട് തന്നെ വെക്കുന്നില്ല, ഒരു ഷെയ്ഡിൻ്റെ താഴെയായിട്ട് നമ്മളെ വീടിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഒന്ന് വേരൊക്കെ ആയി ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ നേരെ അത് നമ്മുടെ പുറത്തേക്ക് മാറ്റും. ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമ്മൾ ചട്ടി മാറി കൊടുക്കും. അങ്ങനെ വളർച്ചയ്ക്ക് അനുസരിച്ച് മാറുന്ന തുടർമാനം വീഡിയോസും കാര്യങ്ങളെല്ലാം പുറകെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. പിന്നെ ഇതേ നമ്മുടെ ബിയർ ആപ്പിൾ പൂത്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി തൈ വാങ്ങിയപ്പോൾ തന്നെ പൂത്താണ്. ഇത് കാ പിടിച്ച് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും നമ്മളെ കഴിയാവുന്ന പോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നോക്കി പരിപാലിച്ചെടുക്കും. അതിൻ്റെ വീഡിയോസ് എല്ലാം പുറകെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.